ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലേക്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഞാൻ 4 മുതൽ 5 വർഷം വരെ ഉപയോഗിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ തലമുടി വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് സ്കാൽപ്പൊക്കെ നീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് സിലിക്കോൺ മെറ്റീരിയലിൽ വരുന്നതാണ്, നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തലമുടി നനച്ച ശേഷം കുറച്ച് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡാൻഡ്രഫ് പോവുകയും ചെയ്യും, നമ്മുടെ തലയുടെ സ്കാൽപ്പിലേക്ക് നല്ലൊരു മസാജ് കിട്ടും. നല്ല സുഖമാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്യണേ റോസ് എന്ന് പറഞ്ഞിട്ട്. തലമുടിമേ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വെളിച്ചെണ്ണ ആയാലും നമുക്ക് അത് ഈ ഒരു ബോട്ടിലിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തലമുടിയുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ കയ്യിൽ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രഷ് പോലെയാണ്. ആ ബ്രഷിൻ്റെ അറ്റത്തൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഓയിൽ അതിൽ കൂടെ പുറത്തേക്ക് വരും. നമുക്ക് ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് ഓയിൽ നല്ല രീതിക്ക് എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ്, അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ളതൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇത് വല്ലാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ഒരുപാട് പുറത്തോട്ട് വരും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കയ്യിലെടുത്തിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവ് കുറച്ചും കൂടി മനസ്സിലാവും. ഇതിൽ നിന്ന് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അധികം ഓയിൽ സ്കാൽപ്പിലേക്ക് എത്തും. അപ്പോൾ അധികം ഓയിൽ ആകുമ്പോൾ ഇങ്ങനെ ചുമയോ അങ്ങനെയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ, തലവേദനയൊക്കെ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. കാരണം അത്യാവശ്യം നന്നായിട്ട് ഓയിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേശ്ശെ വല്ലാതെ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഓയിൽ ആവശ്യത്തിന് വരും. അതിനുശേഷം നമുക്ക് തലമുടി വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കുളിക്കുന്ന സമയത്ത് സ്കാൽപ്പിലേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഐസ് ട്രേ നമുക്ക് പലപ്പോഴും ഐസ് എടുക്കാനായിട്ട് നല്ല എളുപ്പമുള്ളൊരു ഐസ് ട്രേ ആണ്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നു, നല്ല യൂസ്ഫുള്ളാണ്. ഈ ഒരു ഐസ് ട്രേയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ലിഡ് ഉണ്ട്, വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഐസിലേക്ക് വരില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഐസ് അടയ്ക്കാതെ വെക്കുമ്പോൾ ഐസിൻ്റെ ഒരു പ്രത്യേക മണം വരും. നമ്മൾ അതിൽ വെക്കുന്ന ഫുഡിൻ്റെയൊക്കെ മണം ഈ ഐസിലേക്ക് പിടിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ലിഡ് ഉണ്ട്. രണ്ടാമത്തെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് സിലിക്കൺ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐസ് ഉണ്ടാക്കിയെടുത്ത കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ഐസ് ട്രേ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറേ തട്ടണം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഐസ് വരിക, ചിലപ്പോൾ പ്രോപ്പറായിട്ട് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഒരു ഐസ് ട്രേ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഐസ് എടുക്കാനായിട്ട് അതിൻ്റെ പിൻഭാഗത്തെ സിൽക്കൺമേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഐസ് ക്യൂബായിട്ട് നമുക്ക് ഇതിന് അടർത്തി എടുക്കാൻ പറ്റും. ഫുള്ളായിട്ട് ഐസ് തട്ടിമറിഞ്ഞ് വീഴണ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഈ ഒരു ഐസ് ട്രേയും നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. 2 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് വരുന്നത്. ഈ ഒരു വുഡൻ കട്ടിംഗ് ബോർഡ് ഞാൻ 3 വർഷത്തോളമായി ഉപയോഗിക്കുന്നു. നമുക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വുഡൻ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒറ്റ പീസ് മരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോർഡാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല രീതിക്ക് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് പോലും ഇതിന് ഒരു കംപ്ലയിൻസും വന്നിട്ടില്ല. സാധാരണ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പീസസ് ജോയിൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള കട്ടിംഗ് ബോർഡാണ്. കുറേ കഴിയുമ്പോൾ ഓരോ പീസുകളായിട്ട് വിട്ടുപോരുകയും അത് കേടാവുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഒറ്റ പീസിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിന് 595 രൂപയായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ വിലത്തിരി കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ എന്നിരുന്നാലും ഇതിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. ആ ഒരു പ്രൈസ് കൊടുക്കുന്നതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. കാരണം നമ്മൾ കുറേ നാളത്തേക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഈ ഒരു വുഡൻ കട്ടിംഗ് ബോർഡ് വേർത്താണ്. അപ്പോൾ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡിൽ എന്തുകൊണ്ടും നല്ലത് ഈ ഒരു വുഡൻ കട്ടിംഗ് ബോർഡ് തന്നെയാണ്. അടുത്തത് ഈ ഒരു സ്റ്റാൻഡാണ്. ഇങ്ങനത്തെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ളതും നമുക്ക് ഇങ്ങനെ നിർത്തി ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്. നമുക്കിത് കിച്ചണിലും അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയയിൽ എവിടെ വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുമുണ്ട്. അതോടൊപ്പം തന്നെ വളരെ കുറച്ച് സ്ഥലമുള്ള ഏരിയാസിലായാൽ പോലും നമുക്ക് ഐറ്റംസ് ഒതുക്കി വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഞാനിത് 4.5 വർഷത്തോളമായി ഉപയോഗിക്കുന്നു. ഒരു കംപ്ലയിൻറ്റുകളും ഇല്ല. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വല്ലാതെ നനവുള്ള ഏരിയയിൽ ഇത് വെക്കാതിരിക്കാൻ, നനഞ്ഞ ഐറ്റംസ് വെക്കാതിരിക്കുക. ഞാൻ കൂടുതലും വെക്കാറുള്ളത് മസാലകൾ, അങ്ങനത്തെ ഡ്രൈ ഐറ്റംസ് ആണ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഒതുക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് കോസ്മെറ്റിക്സും ഒക്കെ നമുക്ക് ഒതുക്കാൻ ഈ ഒരു സ്റ്റാൻഡ് നമ്മുടേതായ ഐഡിയയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഒരു കോർണറിലാണ് വെച്ചിരിക്കുന്നത്. അധികം നനവൊന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു കൗണ്ടർ ടോപ്പ് ഏരിയ ഒക്കെ ഒതുക്കി വെക്കാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും.
അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ബുക്കാണിത്. അതായത് ഈ ബുക്കിൻ്റെ പിന്നിൽ ഒരു മാഗ്നറ്റിക് പീസ് ഉണ്ട്. അത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ നമുക്ക് ഈ ബുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കാനോ ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനത്തെ ബുക്കും നമുക്ക് വാങ്ങാൻ കിട്ടും. അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള റൈറ്റിംഗ് പാഡ് ചെറുതും വാങ്ങാൻ കിട്ടും. അത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ നമ്മുടെ കയ്യിലുള്ള ഇത് വെച്ചാൽ മതി. അതുമേ നമുക്ക് പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ എഴുതാനായിട്ട് ഇത് വളരെ ഉപകാരമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഫോമിൻ്റെ ഈ ഒരു വാൾ പേപ്പറാണ് കേട്ടോ, ഫോം ഷീറ്റ്. ഇത് നമുക്ക് ഇതുപോലെ ഒരു പീസായിട്ടാണ് വാങ്ങാനായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ഐറ്റം എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് പല ഏരിയാസിൽ ചുമരിന്മേൽ ഇത് വെക്കുമ്പോൾ അത് ഭംഗി കൂട്ടാനും അതോടൊപ്പം തന്നെ ചില ഏരിയാസ് പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും ഈ ഒരു ഫോം ഷീറ്റ് സ്റ്റിക്ക് ചെയ്താൽ വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഗ്ലൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് എവിടെ ഫിക്സ് ചെയ്യണമെന്ന് ആലോചിച്ച് അതനുസരിച്ച് അതിൻ്റെ പിൻഭാഗത്തെ ആ ഒരു സ്ട്രിപ്പ് കീറി നമ്മൾ ആ ഒരു സ്പേസിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും റിമൂവ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് കടർന്നു പോരും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അളവെടുത്ത് ഈ ഒരു ഐറ്റം ഒട്ടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എനിക്കിതിൻ്റെ ഏറ്റവും ഉപകാരം തോന്നിയ ഒരു കാര്യം, നമുക്ക് സ്വിച്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വിച്ചുകളുടെ താഴ്ഭാഗത്ത് നമ്മളെപ്പോഴും സ്വിച്ച് ഇട്ടിട്ട് ആ ചുമരിൻ്റെ താഴെ എപ്പോഴും അഴുക്ക് വരും. നമ്മളെപ്പോഴും അത് ഉടച്ച് വൃത്തിയാക്കേണ്ട ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോം ഷീറ്റ് ആ ഒരു ഏരിയയിൽ ഒട്ടിക്കുകയാണെങ്കിലും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു ഏരിയ പിന്നീട് അങ്ങനെ അഴുക്ക് പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ മുൻപിലുള്ള ചുമരിൽ ടൈലൊക്കെ നമ്മൾ ചിലപ്പോൾ ടൈൽ ഇല്ലെങ്കിൽ വോളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലും ഈ ഒരു ഫോം ഷീറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും നല്ല നീറ്റായിട്ട് ആക്കി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗമുള്ള ഒരു ഫോം ഷീറ്റാണിത്. അടുത്തത് കിച്ചണിലേക്കുള്ള ഈ 3 ബൗളുകളാണ്. ഇത് കാണാനും നല്ല രസമുണ്ട്, അതോടൊപ്പം തന്നെ നല്ല ഉപയോഗമുള്ളതാണ്. വെയിറ്റ് അധികം ഇല്ല കേട്ടോ, ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു പാത്രമല്ല. പക്ഷേ ശരിക്കും ബ്രാൻഡഡ് ആയിട്ടുള്ള ചില പാത്രങ്ങളുടെ ഷേപ്പിലാണ് ഈ ഒരു പാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ അങ്ങനെ വക്കുമൂല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലീനിങ് നല്ല ഈസിയാണ് ഈ പാത്രത്തിൽ. മെയിനായിട്ടും എനിക്ക് ഉപകാരം തോന്നിയിട്ടുള്ളത് പല ഐറ്റംസ് മാരിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മുക്കിയൊക്കെ നമ്മൾ പൊരിക്കാനൊക്കെ എടുക്കില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗുണം, വാഷിംഗ് സമയത്ത് ഇത് ഭയങ്കര ഈസിയാണ്. അതും ഇതിന് അധികം വെയിറ്റ് ഇല്ലാത്ത കാരണം അതും ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ വില കുറവാണെങ്കിൽ പോലും ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് അത്രയും നന്നാവുമെന്ന്. പക്ഷെ ഉപയോഗശേഷമാണ് പറയുന്നത്. നല്ല 3 പാത്രങ്ങളാണ്. ഇതൊരു സെറ്റായിട്ടാണ് നമുക്കങ്ങനെ 3 എണ്ണത്തിൻ്റെ കിട്ടുന്നത്. പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ചിലവർക്ക് അത്രയും ഒരു കംഫർട്ട് തോന്നില്ല, പക്ഷെ നമുക്ക് പോകാണ്ടും പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളാണ്, ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ. അപ്പോൾ ടോയ്ലറ്റ് സീറ്റ് ഒന്ന് വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഈ ഒരു സ്പ്രേ അവിടെ സ്പ്രേ ചെയ്യുക. നല്ല സ്മെല്ലുമാണ്, ആ ഒരു ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസ് ആവും. അതോടൊപ്പം തന്നെ ഫ്ലഷ് ടാങ്കിലുള്ള ഹാൻഡിൽമി ഓപ്പോസിറ്റ്മി അങ്ങനെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ്. 2 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലെമണും അതോടൊപ്പം ജാസ്മിൻ്റെ സ്മെല്ലാണ് വരുന്നത്. എനിക്കിത് യാത്ര പോകുന്ന സമയത്ത് ഏറ്റവും ഉപകാരം തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല ബ്രാൻഡിൻ്റെ കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ള ബ്രാൻഡ് ഇതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാവുന്നതാണ്. നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് അതിനുള്ള റിമൂവർ തന്നെ യൂസ് ചെയ്യാം. ആ മേക്കപ്പ് റിമൂവറിനെ നമ്മൾ പറയുന്ന പേരാണ് മിസലർ വാട്ടർ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങാൻ കിട്ടുക. പല ബ്രാൻഡിൻ്റെയും കിട്ടുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ ഗാർണിയറിൻ്റെ ഒക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. കുറച്ച് വിലയുണ്ട് ഇതിന് 90 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പഞ്ഞിയും വാങ്ങാം, കോട്ടൺ ബോൾസ് ഇങ്ങനത്തെ വാങ്ങാൻ കിട്ടും. അതിലേക്ക് കുറച്ച് ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്തിട്ട് കണ്ണും മുഖവും വൃത്തിയായിട്ട് തുടയ്ക്കുക. അപ്പോൾ നമ്മൾ സോപ്പ് വെച്ച് വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഫേസ് വാഷ് വെച്ചൊക്കെ വാഷ് ചെയ്താലും ഈ ഒരു മേക്കപ്പ് പ്രോപ്പറായിട്ട് റിമൂവ് ആയി പോവില്ല. അതുകൊണ്ട് തന്നെ റിമൂവർ ഉപയോഗിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് പിന്നീട് അലർജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരികയില്ല. അടുത്തത് ഈ ഒരു റൊട്ടേറ്റിംഗ് ഓർഗനൈസർ ആണ്. ഇത് വളരെ ഉപകാരമുള്ളതാണ്, വിലയും കുറവാണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിൻ്റെ, ഒരുപാട് നാൾ നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഓർഗനൈസ് ചെയ്യാൻ, ഫ്രിഡ്ജിൽ, അതുപോലെ തന്നെ സ്നാക്സ് ഓർഗനൈസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു റൊട്ടേറ്റിംഗ് ഓർഗനൈസർ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, കുറച്ച് സ്ഥലം മാത്രം മതി, നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് ഐറ്റംസ് വെക്കാം. എളുപ്പത്തിൽ തന്നെ തിരിച്ച് നമുക്ക് എടുക്കാനും പറ്റും. കാണാൻ പറ്റാത്ത ഐറ്റംസൊക്കെ നമ്മൾ കിച്ചൺ ക്യാബിനറ്റിൽ വെക്കുന്ന സമയത്ത് അത് എടുക്കാൻ എളുപ്പത്തിന് ഇതിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം ഐറ്റംസ് അതിലൊന്ന് ഫില്ല് ചെയ്ത് വെക്കാനായിട്ടൊന്ന് നോക്കുക. വല്ലാതെ ഹൈറ്റ് കൂടിയ ബോട്ടിൽസൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അതിൽ ഐറ്റംസ് അധികമില്ല, കുറച്ച് ബോട്ടിൽസ് ആയിട്ട് വെക്കുമ്പോൾ ഒരു കുഴപ്പം, അത് ചിലപ്പോൾ ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് തട്ടിമറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐറ്റംസ് കുറച്ച് അധികമായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് എന്താ പറയുക സ്ട്രോങ് ആയിട്ട് പ്രോപ്പറായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്കിത് കണ്ടില്ല, ഇതുപോലെ സ്റ്റേഷനറി ഐറ്റംസ്, അതിൽ ഡൈനിങ് ടേബിളുമൊക്കെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ, കോസ്മെറ്റിക്സ് ഒക്കെ ഒതുക്കണമെങ്കിൽ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. കുറേ ഓൺലൈൻ വെബ്സൈറ്റിൽ കിട്ടുന്നുണ്ട്, കുറേ ബ്രാൻഡിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.
അടുത്തത് നമ്മൾ വീട്ടിൽ വളരെയധികം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഓർഗനൈസറാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ള 4 ഡിവിഷൻസ് ഉള്ള ഈ ഒരു ബോക്സ്. അപ്പോൾ ഇത് 4 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പല കളേഴ്സിലായിട്ടാണ് ഇത് കിട്ടുന്നത്. നമുക്കിതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഒതുക്കാനായിട്ട് പറ്റും. മെയിനായിട്ടും കൊച്ചു ഐറ്റംസ് ഒതുക്കാനാണ് ഇതെനിക്ക് ഏറ്റവും ഉപകാരം തോന്നിയിട്ടുള്ളത്. സാധാരണ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി വാരി ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് വെക്കുമ്പോൾ ഓരോന്നും നമുക്ക് തരം തിരിച്ച് വെക്കാം. അതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത്. പ്രത്യേകിച്ച് സ്റ്റേഷനറി ഐറ്റംസ്, ബാറ്ററി, അങ്ങനെയുള്ള ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്നതൊക്കെ നമുക്കിതിൽ ഒതുക്കാം. അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ നിങ്ങൾ ഒരുപാടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒതുക്കാം. ജ്വല്ലറി മേക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ല ഉപകാരമുള്ളൊരു ഓർഗനൈസർ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് 4 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഷെൽഫുകൾ, വലിക്കുന്ന മോഡൽ ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ അതിൽ 4 എണ്ണോ അല്ലെങ്കിൽ 8 എണ്ണോ ഒക്കെ വെച്ച് നമുക്ക് ഒതുക്കാവുന്നതാണ്. ഇനി കുട്ടികളുടെ കൊച്ചു ഐറ്റംസ് ഒക്കെ ഒതുക്കണമെങ്കിലും നമുക്ക് ഹെയർ ആക്സസറീസ് ഒക്കെ ഒതുക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഓർഗനൈസർ പല മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വിലയും കുറവാണ്, വളരെ യൂസ്ഫുൾ ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ 5 വർഷം മുൻപ് വരെ തുണികളൊക്കെ ഒതുക്കുന്ന സമയത്ത് എനിക്കത് തീരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. ഞാൻ പല മെത്തേഡിലും നിങ്ങളെ ഒതുക്കിയിട്ട് കാണിക്കാറുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ബോക്സ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെയാണ് എനിക്ക് നല്ല രീതിക്ക് എൻ്റെ ഷെൽഫ് ഒതുക്കി വെക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്നായിരുന്നു. നമുക്കിത് പല ഓൺലൈൻ വെബ്സൈറ്റിലും കിട്ടുന്നുണ്ട്. ഇത് 6 എണ്ണത്തിൻ്റെ പാക്ക്, 8 എണ്ണത്തിൻ്റെ അങ്ങനെയൊക്കെ ഒരു പാക്കായിട്ടാണ് നമുക്കിത് വാങ്ങാൻ കിട്ടുക. അങ്ങനെ വാങ്ങുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ലാഭം. ഒറ്റയ്ക്ക് വാങ്ങുമ്പോൾ ഇത്തിരി വില കൂടുതലാണ്. അപ്പോൾ ഞാൻ 6 എണ്ണത്തിൻ്റെ ബോക്സുകളാണ് വാങ്ങിയത്. ഇത് ഫോൾഡബിൾ ആണ്. നമുക്കിത് ഫോൾഡ് ചെയ്ത് ആവശ്യമില്ലെങ്കിൽ മാറ്റി വയ്ക്കാം. ഫോൾഡ് ഇങ്ങനെ തുറന്ന് ഇതുപോലെ എടുക്കാം. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു തുണി പോലത്തെ ഒരു മെറ്റീരിയൽ, ഒരു കാർഡ്ബോർഡ് മെറ്റീരിയൽ വരണേ. എന്നിരുന്നാലും ഇതിൽ പാറ്റയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. തുണികളുടെ ഈർപ്പോ കാര്യങ്ങളൊന്നും അടിച്ചിട്ടുള്ള പ്രശ്നവുമില്ല. പിന്നെ നമ്മളിതിൽ 15 ഡ്രസ്സുകളോളം നമുക്ക് വെക്കാം. ഇതിന് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എടുത്ത് വെക്കാനും ഒക്കെ എളുപ്പമാണ്. ഇത്ര വെയിറ്റ് ഇതിൽ വെച്ചാലും അത് പൊട്ടിപ്പോവേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഞാൻ വാങ്ങിയ ഈ ബോക്സിന് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അടക്കി വെക്കാം. മടക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് വെക്കാൻ ഈസിയാണ്. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. പുറത്തോട്ട് എടുത്തിട്ട് നമുക്ക് മടക്കി തിരിച്ച് വെക്കുമ്പോൾ നല്ല എളുപ്പമാണ്. സാധാരണ നമ്മളിങ്ങനെ അട്ടിയായിട്ട് മുഴുവൻ തുണി പുറത്തോട്ട് എടുക്കുമ്പോൾ പകുതി തട്ടി മറിഞ്ഞ് വീഴും. അപ്പോൾ പിന്നെയും അത് മടക്കണം. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. അതൊന്നും തന്നെ ഇത് വാങ്ങിയ ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ 6 എണ്ണത്തിൻ്റെ സെറ്റ് വാങ്ങിയപ്പോൾ ഒരു സൈഡിൽ ബോക്സ് വെക്കും, മറുവശത്ത് ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ജസ്റ്റ് മടക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ ഇത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഷെൽഫിൻ്റെ അളവൊന്നും എടുത്തിട്ട് ഈ ബോക്സ് വാങ്ങുക. കാരണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എൻ്റെ ഈ ഒരു ഷെൽഫിലേക്ക് ഈ ഒരു ബോക്സ് പെർഫെക്റ്റ് ആയിട്ടും കൊണ്ടു. പക്ഷേ എൻ്റെ മക്കളുടെ ഷെൽഫിലേക്ക് ഞാൻ വാങ്ങിയപ്പോൾ അവരുടെ ഷെൽഫിന് വീതി കുറവായതുകൊണ്ട് തന്നെ ഈ ബോക്സ് അതിലേക്ക് ഫിറ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് അളവെടുത്തിട്ട് വാങ്ങുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അടുത്തത് നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, വളരെ കുറച്ച് സ്പേസിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് വെക്കാൻ പറ്റും. ഇതും റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പേസിൽ ഇത് കൊണ്ടുവച്ചാൽ നമുക്ക് ഏത് ഐറ്റംസും അവിടെ നിന്നുകൊണ്ട് തന്നെ എളുപ്പത്തിൽ എടുക്കാം. കോസ്മെറ്റിക്സ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഓർഗനൈസ് ചെയ്യാം. ഇത് കോസ്മെറ്റിക്സ് വെക്കാനാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. ഇതിൻ്റെ പല കളേഴ്സിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്ലെയിൻ ആയിട്ടുള്ളതാണ് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. നല്ല ഉറപ്പുണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഇതിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഏറ്റവും താഴ്ഭാഗത്താണ് ഞാൻ ഏറ്റവും വെയിറ്റ് കൂടിയ ഐറ്റംസ് സാധാരണ വെക്കാറുള്ളത്. ചെറിയ ഐറ്റംസ് അതിൻ്റെ മുകളിൽ വെക്കും. നമുക്ക് ആവശ്യം അനുസരിച്ച് ഈ സ്റ്റാൻഡിൻ്റെ തട്ടുകളൊക്കെ നമുക്ക് മാറ്റി മറിച്ചൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അതിനൊന്നൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും ഭയങ്കര ഈസിയാണ്. ഞാനപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കലും ഈ ഐറ്റംസൊക്കെ പുറത്തോട്ടെടുത്ത് സോപ്പിട്ട് നമുക്കത് ഈസി ആയിട്ട് വാഷ് ചെയ്ത് വെച്ചാൽ തിരിച്ച് പഴയ പോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.